നമസ്കാരം. മലയാള ചലച്ചിത്ര രംഗത്ത് രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയാൻ പൊതുവെ സിനിമാക്കാർക്ക് മടിയാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ഇടതുപക്ഷ ചായ്വുള്ള സുരക്ഷിത നിലപാടായിരിക്കും. എന്നാൽ ഈ നടപ്പുശീലങ്ങളെ കാറ്റിൽ പറത്തി CPM-ന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കണ്ണിലെ കരടായി മാറിയ ഒരേ ഒരു നടനെയുള്ളൂ മലയാളത്തിൽ. അത് സലിം കുമാറാണ്. രാഷ്ട്രീയ സ്വത്വം മറച്ചുവെക്കുന്നത് സമൂഹത്തോടുള്ള ചതിയാണെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം കോൺഗ്രസ് അനുഭവം പരസ്യമാക്കുക മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ അപ്രമാദിത്വത്തെയും ഭരണപരാജയങ്ങളെയും തനത് ആക്ഷേപഹാസ്യ മുനകൾ കൊണ്ട് നിരന്തരം മുറിവേൽപ്പിക്കുകയും ചെയ്തു. ലോട്ടറി വിവാദക്കാലത്ത് പണ്ട് ഐസക്കിനെ കൊണ്ട് VD സതീശൻ മൂക്കുകൊണ്ട് ധൃതരാഷ്ട്രർ എന്ന് എഴുതിച്ച ചരിത്രമുണ്ട്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് മൂക്കുകൊണ്ട് ഹൃത്തിക് റോഷൻ വരപ്പിക്കുമെന്നാണ് സലിംകുമാറിന്റെ പുതിയ പരിഹാസം വന്നത്. വികസന സംവാദത്തിന് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച മുഖ്യമന്ത്രിയോട് പുലിമടയിൽ കൊണ്ടുപോയി തലവയ്ക്കരുതെന്ന ശക്തമായ ഉപദേശവും അദ്ദേഹം നൽകി. കളമശ്ശേരി നഗരസഭയിൽ UDF സ്ഥാനാർത്ഥി VE അബ്ദുൽ ഗഫൂറിന്റെ പ്രചരണ വേദിയിൽ മുഖ്യമന്ത്രിയും CPM-നെ നിഷ്പ്രമമാക്കുന്ന സലിംകുമാറിന്റെ രാഷ്ട്രീയ വെടിപൊട്ടിക്കൽ വന്നു. ഒറ്റ പരിപാടിയിലൂടെ പ്രചരണം നിർത്താമെന്ന് കരുതി ഇറങ്ങിയ സലിംകുമാറിന്റെ പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നു. ഇതോടെ സഖാക്കളുടെ കുരുപൊട്ടാൻ തുടങ്ങിയെന്നും തനിക്കെതിരെ കേസുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും സലിംകുമാർ പരിഹസിച്ചു. ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, കെമിസ്ട്രിയാണ് പറയുന്നത്. അതിനത്ര ലോലന്മാരാണോ സഖാക്കൾ എന്ന ചോദ്യത്തോടെ CPM-ന്റെ സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ അദ്ദേഹം ദാക്ഷിണ്യമില്ലാതെ ട്രോളി. പണ്ട് സ്വർണം വേർതിരിച്ചെടുക്കാൻ പൊട്ടാസ്യം സയനൈഡ് വേണമായിരുന്നെങ്കിൽ ഇന്ന് ഒരു സഖാവിനെ അടുത്ത് നിർത്തിയാൽ മതിയെന്നാണ് സലിംകുമാർ അന്ന് പറഞ്ഞത്. സാമൂഹിക മാധ്യമങ്ങളുടെ വികസന റിപ്പോർട്ട് കാർഡ് നിരത്തി പ്രതിപക്ഷത്തെ സംവാദത്തിന് ക്ഷണിച്ച മുഖ്യമന്ത്രിക്ക് അതേ നാണയത്തിൽ VD സതീശൻ മറുപടി നൽകിയ പശ്ചാത്തലത്തിൽ സലിംകുമാറിന് ഇടപെടലുണ്ടായി. മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥലത്തും സമയത്തും നേരിട്ടുള്ള സംവാദത്തിന് താൻ തയ്യാറാണെന്ന് സതീശൻ ആവർത്തിച്ചിട്ടും പിണറായി വിജയൻ സോഷ്യൽ മീഡിയ സംവാദം എന്ന പേരിൽ പിന്നോട്ട് പോവുകയാണെന്ന് UDF ആരോപിച്ചു. നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന് കൊല്ലത്ത് പരിഹസിച്ച മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നിലപാട് മാറ്റിയതിനെക്കുറിച്ചും സലിംകുമാർ തന്റെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് നേരിടുകയും ചെയ്തു. കേരളത്തിലെ വികസനം അമേരിക്കയേക്കാൾ മുന്നിലാണെന്ന പിണറായി വിജയന്റെ പ്രസ്താവനയെ സലിംകുമാർ മുൻപ് നേരിട്ടത് കടുത്ത ആക്ഷേപഹാസ്യത്തിലൂടെയായിരുന്നു. അമേരിക്കയിൽ നിന്നെത്തി കേരളത്തിലെ വികസനം കണ്ട് അത്ഭുതപ്പെട്ട യുവാവിനെ താൻ തിരഞ്ഞുപോയെന്നും ഒടുവിൽ കണ്ടെത്തിയത് ഊളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണെന്നുമാണ് സലിംകുമാർ നടത്തിയ പരാമർശം. സലിംകുമാറിന്റെ പരാമർശം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. തനിക്കെതിരെ കേസ് കൊടുത്തവരോട് ഇതൊക്കെ എന്ത് പോടാ എന്ന് പറയുമെന്നാണ് നടന്റെ മാസ് മറുപടി വന്നത്. ഭരണകൂടത്തിന്റെ ആനുകൂല്യങ്ങൾക്കും പദവികൾക്കും വേണ്ടി ഇടതുപക്ഷത്തിന് ന്യായീകരണവുമായി രംഗത്തിറങ്ങുന്ന സാംസ്കാരിക നായകന്മാരെയും കലാകാരന്മാരെയും സലിംകുമാർ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. കലാകാരന്മാർ ഇപ്പോൾ ഇടതുപക്ഷത്തിന് വെറും കോമാളികളായി മാറിയിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെ പരിഹസിച്ച് ഇതുകൊണ്ടാണ് മെസ്സി കേരളത്തിലേക്ക് വരാത്തതെന്ന് പറയാൻ സലിംകുമാറിന്റെ രാഷ്ട്രീയക്കാരന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. തുറന്ന രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ സലിംകുമാറിന് ഇടതുപക്ഷ സർക്കാരിൽ നിന്നും സാംസ്കാരിക സ്ഥാപനങ്ങളിൽ നിന്നും നിരന്തരം അവഗണനകൾ നേരിടേണ്ടി വന്നു. 2021 കൊച്ചിയിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ദേശീയ പുരസ്കാര ജേതാവായ അദ്ദേഹത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയത് വലിയ വിവാദമായിരുന്നു. തന്റെ കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പിന്നീട് കമലും AK ബാലനും ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കാൻ നോക്കിയെങ്കിലും ആ വൈകിവെന്ന വിവേചനത്തിന്റെ ക്ഷണം നിരസിക്കാൻ സലിംകുമാറിലെ ആത്മാഭിമാനമുള്ള കലാകാരന് സാധിച്ചു. സംഘടനയ്ക്കുള്ളിലെ രാഷ്ട്രീയ കളികൾക്കെതിരെയും സലിംകുമാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു. എന്തായാലും നിലപാടുകളുടെ രാജകുമാരൻ തന്നെയായിരുന്നു സലിംകുമാർ.